Hi everyone, welcome back to Alex E Academy. അപ്പോൾ ഈ ഒരു ലെക്ചറിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ചെറിയൊരു ഡെറിവേഷൻ ആണ്. ഡെപ്ത് ഓഫ് വാട്ടർ സ്റ്റോർഡ് ഇൻ ദ റൂട്ട് സോൺ ആൻഡ് അവൈലബിൾ ടു പ്ലാന്റ്. അതായത് വാട്ടർ പ്ലാന്റിന് അവൈലബിൾ ആയിട്ടുള്ള വാട്ടർ അല്ലെങ്കിൽ ഡെപ്ത് ഓഫ് വാട്ടർ ഇൻ ദ റൂട്ട് സോൺ, ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് നമ്മൾ ഡെറൈവ് ചെയ്യാൻ പോകുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ന്യൂമറിക്കൽ പ്രോബ്ലംസ് കൂടി നമുക്ക് വർക്ക്ഔട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Let small d is the depth of root zone. അതായത് ഒരു ട്രീയുടെ റൂട്ട് സോൺ ഡെപ്ത്, ടോപ്പ് സോയിൽ മുതൽ എത്ര ഡെപ്ത് വരെ ആ ഒരു ട്രീ അല്ലെങ്കിൽ പ്ലാന്റിന്റെ റൂട്ട് പോയിട്ടുണ്ടോ അതാണ് സ്മോൾ ഡി, ഡെപ്ത് ഓഫ് റൂട്ട് സോൺ. ഗാമ ഡി is the dry unit weight of soil. Gamma d is the dry unit weight of soil. Gamma w is the unit weight of water. Gamma w is the unit weight of water. നമുക്കറിയാം ഗാമ ഡബ്ല്യു is equal to 9.81 kilonewton per meter cube ആണ്, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഓക്കെ, അതേപോലെ പി ഡബ്ല്യു പി പെർമനന്റ് വിൽറ്റിംഗ് പോയിന്റ്. പി ഡബ്ല്യു പി എന്ന് പറഞ്ഞാൽ പെർമനന്റ് വിൽറ്റിംഗ് പോയിന്റ് ആണ്. ഓർ നമ്മൾ അതിനെ ഡബ്ല്യു സി എന്ന് നൊട്ടേറ്റ് ചെയ്യാറുണ്ട്. ഡബ്ല്യു സഫിക്സ് സി അല്ലെങ്കിൽ പി ഡബ്ല്യു പി പെർമനന്റ് വിൽറ്റിംഗ് പോയിന്റ്. അതേപോലെ എഫ് സി, എഫ് സഫിക്സ് സി എന്ന് വെച്ചാൽ ഫീൽഡ് കപ്പാസിറ്റി. ഫീൽഡ് കപ്പാസിറ്റി. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ആദ്യം കൺസിഡർ യൂണിറ്റ് ഏരിയ. കൺസിഡർ യൂണിറ്റ് ഏരിയ, ദാറ്റ് ഈസ് 1 meter square ഓഫ് സോയിൽ. 1 meter square ഏരിയ ഉള്ള സോയിലുമാണ് കൺസിഡർ ചെയ്യുന്നത്. Then weight of soil per unit area is equal to weight of soil per unit area. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എഫ്എം പഠിച്ചിട്ടുണ്ട് ഗാമ is equal to weight by volume ആണ്. അവിടെ നമ്മൾ വെയിറ്റ് എങ്ങനെ എഴുതാം? weight is equal to ഇപ്പുറത്തേക്ക് ഗാമ ഇൻറ്റു വി. ഗാമ എന്ന് പറയുമ്പോൾ യൂണിറ്റ് വെയിറ്റ് ആണ്. ഈ ഒരു റിലേഷൻ ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ നമുക്ക് വേണ്ടത് വെയിറ്റ് ആണ്. വെയിറ്റ് is equal to ഗാമ ഇൻറ്റു വോളിയം. ഓ, ഇനി ശ്രദ്ധിക്കുക, വെയിറ്റ് ഓഫ് സോയിൽ പെർ യൂണിറ്റ് ഏരിയ. വെയിറ്റ് ഓഫ് സോയിൽ പെർ യൂണിറ്റ് ഏരിയ എന്ന് പറയുമ്പോൾ എന്തെന്ന് വരും? സോയിലിന്റെ യൂണിറ്റ് വെയിറ്റ് എന്ന് പറയുമ്പോൾ ഗാമ ഡി ആണ് അല്ലെ? ഗാമ ഡി ഇൻറ്റു അതിന്റെ വോളിയം. ഇനി വോളിയത്തിന് നമുക്ക് എങ്ങനെ എഴുതാം? ഏരിയ ഇൻറ്റു ഡെപ്ത് എന്ന് എഴുതാം. ഏരിയ നമ്മൾ 1 meter square ആണ് കൺസിഡർ ചെയ്യുന്നത്, അതുകൊണ്ടാണ് 1 into d എന്ന് എഴുതുന്നത്. ഓക്കെ, അപ്പൊ വെയിറ്റ് ഓഫ് സോയിൽ പെർ യൂണിറ്റ് ഏരിയ is equal to ഗാമ ഡി ഇൻറ്റു 1 into d. ഇക്വേഷൻ നമ്പർ 1. Similarly, weight of water held by the soil per unit area. Weight of water held by the soil, അതായത് 1 meter square നമ്മുടെ സോയിൽ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ആ സോയിലിൽ ഹോൾഡ് ചെയ്തിരിക്കുന്ന വാട്ടറിന്റെ വെയിറ്റ്. അപ്പൊ വാട്ടർ ആണ് പാരാമീറ്റർ. വെയിറ്റ് ഓഫ് വാട്ടർ is equal to എന്താണ്? വെയിറ്റ് നമുക്കറിയാം ഗാമ ഇൻറ്റു ഡി ആണ്. അപ്പൊ ഗാമ വാട്ടർ ആയിരുന്നു, വാട്ടർ ആണ് നമ്മൾ എടുക്കുന്നത് അല്ലെ? അപ്പൊ ഗാമ ഡബ്ല്യു ഇൻറ്റു 1 into ഡെപ്ത്. ഇവിടെ നമ്മൾ 1 meter square സോയിലുള്ള വാട്ടർ ആണ് കൺസിഡർ ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഗാമ ഡബ്ല്യു ഇൻറ്റു 1. ഇനി ഇവിടെ കൊണ്ടുപോയി നമുക്ക് ഡി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെപ്ത് ഓഫ് റൂട്ട് സോൺ. ഇവിടെ പക്ഷെ അങ്ങനെയല്ല. എത്രത്തോളം വാട്ടർ ഡെപ്ത് ഉണ്ടെന്ന് നമുക്ക് അറിയത്തില്ല. ഈ ഒരു 1 meter സ്ക്വയറിൽ എത്ര വാട്ടർ ആണ് ഉള്ളത് അല്ലെങ്കിൽ എത്ര ഡെപ്തിൽ വാട്ടർ ഉണ്ടെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പൊ അവിടെ നമ്മൾ ഡെപ്ത് ഓഫ് വാട്ടർ, വാട്ടർ എന്ന് പറഞ്ഞാൽ മോയിസ്ചർ അറ്റ് ഫീൽഡ് കപ്പാസിറ്റി. അപ്പൊ അതാണ് ഇക്വേഷൻ നമ്പർ 2. ഒന്നുകൂടി പറയാം, വെയിറ്റ് ഓഫ് വാട്ടർ ഹെൽഡ് ബൈ ദ സോയിൽ പെർ യൂണിറ്റ് ഏരിയ ഗാമ ഡബ്ല്യു ഇൻറ്റു 1 കൊടുക്കാൻ കാര്യം ക്രോസ് സെക്ഷൻ ഏരിയ നമ്മൾ 1 എടുക്കുന്നു ഇൻറ്റു ഇവിടെ ഞാൻ ഡി കൊടുത്തു, കാരണം ഡെപ്ത് ഓഫ് റൂട്ട് സോൺ ആണ് ഡി സോയിലിൽ അല്ലെങ്കിൽ ട്രീയിൽ. ഇവിടെ നമ്മൾ വാട്ടർ എടുക്കുന്നു. അപ്പോ ഈ ഡി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അതിനെ ഞാൻ ഡെപ്ത് ഓഫ് വാട്ടർ അറ്റ് ഫീൽഡ് കപ്പാസിറ്റി എന്ന് എഴുതിയിട്ടുണ്ട്. എത്ര ഡെപ്ത് വാട്ടർ ഉണ്ടെന്ന് നമുക്ക് അറിയത്തില്ല. അത് ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് എഴുതും. ഓക്കെ, അപ്പൊ ഇവിടെ വരെ നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ. നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ നമ്മള് വെയിറ്റ് ഓഫ് സോയിൽ പെർ യൂണിറ്റ് ഏരിയ is equal to ഗാമ ഡി ഇൻറ്റു 1 into സ്മോൾ ഡി, ഇക്വേഷൻ നമ്പർ 1 എന്നും വെയിറ്റ് ഓഫ് വാട്ടർ അല്ല, വെയിറ്റ് ഓഫ് വാട്ടർ is equal to ഗാമ ഡബ്ല്യു ഇൻറ്റു 1 into ഡെപ്ത് ഓഫ് വാട്ടർ അറ്റ് ഫീൽഡ് കപ്പാസിറ്റി, ഇക്വേഷൻ നമ്പർ 2 എന്നാണ് എഴുതി നിർത്തിയത്. ഇനി നമുക്ക് ഫീൽഡ് കപ്പാസിറ്റി ഇക്വേഷൻ നോക്കാം. അപ്പൊ ഫീൽഡ് കപ്പാസിറ്റി is equal to weight of water, that is moisture, held by the soil per unit area whole divided by weight of soil per unit area. അതായത് നമ്മൾ മുൻപ് എഴുതിയ ഇക്വേഷൻ നമ്പർ 2 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ നമ്പർ 1.
Equation number 2 divided by equation number 1. ചെയ്യുമ്പോൾ എന്ത് വരും? FC is equal to എന്താണ് weight of water equation നമ്മൾ എഴുതി gamma W into 1 into depth of water at field capacity divided by weight of soil gamma dry into 1 into D. D എന്ന് വെച്ചാൽ എന്തായിരുന്നു? Depth of root soil. ഇനി നമുക്ക് ഇതിൽ കണ്ടുപിടിക്കുന്നത് depth of water ആണ് കണ്ടുപിടിക്കുന്നത് അല്ലേ? അപ്പോൾ depth of water ഞാൻ ലെഫ്റ്റ് സൈഡിലും ബാക്കിയെല്ലാം റൈറ്റ് സൈഡിലും ഉണ്ട്. അപ്പോൾ ഇതിനെ ലെഫ്റ്റ് സൈഡ് അല്ലെങ്കിൽ ഇവിടെ തന്നെ ഇത് പുറത്തേക്ക് പോയി. അപ്പൊ എന്തെന്ന് വരും? ഡെപ്ത് ഓഫ് വാട്ടർ അറ്റ് ഫീൽഡ് കപ്പാസിറ്റി ഈസ് ഈക്വൽ ടു ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ഗാമ ഡി ഇൻറ്റു 1 ഇൻറ്റു ഡി ഡിവൈഡഡ് ബൈ ഇത് രണ്ട് ഡിനോമിനേറ്ററിലേക്ക് അല്ലെ ഇത് പുറത്തേക്ക് ഉണ്ട്. സോറി, ഈ ഡെപ്ത് ഓഫ് വാട്ടർ ഇവിടെ തന്നെ ഇടുക, ഇത് പുറത്തേക്ക് ഉണ്ട്. അപ്പൊ ഗാമ ഡി ഇൻറ്റു 1 ഇൻറ്റു ഡി ഇൻറ്റു ഇവിടെ ഒരു ഫീൽഡ് കപ്പാസിറ്റി ഇൻറ്റു ഫീൽഡ് കപ്പാസിറ്റി ഹോൾ ഡിവൈഡഡ് ബൈ ഇത് താഴെ ഗാമ ഡബ്ല്യു ഇൻറ്റു 1. ഈ 1 നമുക്ക് ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്ത് വരും? ഇതൊന്നുകൂടി എടുക്കുക. Therefore, depth of water at field capacity, depth of water at field capacity is equal to ഇത് നമുക്ക് ഒരു റേഷ്യോ ആയിട്ട് എഴുതാം. ഗാമ ഡി ഡിവൈഡഡ് ബൈ ഗാമ ഡബ്ല്യു, ഗാമ dry density of soil divided by unit weight of water into D into FC. ഇത് ഇക്വേഷൻ നമ്പർ 3 ആയിട്ട് വരും. ഇത് ഇമ്പോർട്ടന്റ് ആണ്. പ്രോബ്ലം ചോദിക്കാറുണ്ട്. അതായത് ഒരു കുറച്ച് പാരാമീറ്റേഴ്സ് വന്നിട്ട് ഫൈൻഡ് ദ ഡെപ്ത് ഓഫ് വാട്ടർ അറ്റ് ഫീൽഡ് കപ്പാസിറ്റി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് എഴുതുന്നത് ഗാമ ഡി ഡിവൈഡ് ബൈ ഗാമ ഡബ്ല്യു ഇൻറ്റു ഡി എഫ്. ഇനി നമുക്കറിയാം ഗാമ ഡി ബൈ ഗാമ ഡബ്ല്യു ഈസ് ഈക്വൽ ടു എസ് ആണ്. എസ് എന്ന് വെച്ചാൽ എന്താണ്? സ്പെസിഫിക് ഗ്രാവിറ്റി അല്ലെങ്കിൽ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയും. അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാൻ പറ്റും? ഡെപ്ത് ഓഫ് വാട്ടർ അറ്റ് ഫീൽഡ് കപ്പാസിറ്റി ഈസ് ഈക്വൽ ടു ഗാമ ഡി ബൈ ഗാമ ഡബ്ല്യു എന്ന് പറയുന്നത് എസ് എന്ന് എഴുതുക. ചിലപ്പോൾ നിങ്ങൾ വേറെ എന്തെങ്കിലും ഒപ്പറേഷൻസ് ആയിരിക്കും പഠിച്ചിരുന്നത്. എന്നാൽ ഇത്രയോ സ്പെസിഫിക് ഗ്രാവിറ്റി അല്ലെങ്കിൽ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് വിളിച്ചാൽ ഓക്കെ, അല്ലെങ്കിൽ അപ്പാരന്റ് സ്പെസിഫിക് ഗ്രാവിറ്റി ഈ ടേംസിലൊക്കെയാണ് നമ്മൾ GT FM പഠിച്ചിട്ടുണ്ട്. അപ്പോ ഡെപ്ത് ഓഫ് വാട്ടറിന്റെ ഫീൽഡ് കപ്പാസിറ്റി ഈസ് ഈക്വൽ ടു എസ് ഇൻറ്റു ഡി ഇൻറ്റു എഫ്. ഓക്കെ, അതുപോലെ എസ് ഇസ് ഈക്വൽ ടു സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സോയിൽ ഗാമ ഡി ബൈ ഗാമ ഡബ്ല്യു അല്ലെങ്കിൽ അപ്പാരന്റ് സ്പെസിഫിക് ഗ്രാവിറ്റിന്നോ റിലേറ്റീവ് ഡെൻസിറ്റിന്നോ ഇങ്ങനെ വേണമെങ്കിലും പറയാം. ഓക്കെ, ഇതൊക്കെ എഴുതി കഴിഞ്ഞാലും ഓരോ ടേംസ് ഓർമ്മ ഉണ്ടാവും. ഗാമ ഡി എന്ന് വെച്ചാൽ ഡ്രൈ യൂണിറ്റ് വെയിറ്റ് ഓഫ് സോയിൽ, യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ, റൂട്ട്സ് ഓഫ് ഡെപ്ത്, ഫീൽഡ് കപ്പാസിറ്റി. ഇവിടെ ഇത് അപ്പാരന്റ് സ്പെസിഫിക് ഗ്രാവിറ്റി മാത്രം. അപ്പോ ഇത് ഇക്വേഷൻ നമ്പർ 3, ഇത് ഇക്വേഷൻ നമ്പർ 4. അപ്പൊ ഇവിടെ നമുക്ക് എന്താണ് കിട്ടുന്നത്? ഡെപ്ത് ഓഫ് വാട്ടർ അറ്റ് ഫീൽഡ് കപ്പാസിറ്റി. ഫീൽഡ് കപ്പാസിറ്റിയിൽ എത്ര ഡെപ്ത് ഓഫ് വാട്ടർ ആണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് വെച്ചിട്ട് ചെയ്യാം. ഈ ഇക്വേഷന് സിമിലർ ആയിട്ട് നമുക്ക് അടുത്തൊരു ഇക്വേഷൻ കിട്ടും. ഇവിടെ വരെയുള്ള ഡെറിവേഷൻ എന്ന് പറയാം. ബാക്കിയൊക്കെ നമ്മൾ ഇതിനെ കമ്പയർ ചെയ്ത് എഴുതുന്നു. അപ്പോ ഡെപ്ത് ഓഫ് വാട്ടർ അറ്റ് ഫീൽഡ് കപ്പാസിറ്റി കിട്ടി. അങ്ങനെയാണെങ്കിൽ ഡെപ്ത് ഓഫ് വാട്ടർ അറ്റ് പെർമനന്റ് മെൽറ്റിംഗ് പോയിന്റ് കണ്ടുപിടിക്കുന്നത് എന്ത് ചെയ്യണം? ഡെപ്ത് ഓഫ് വാട്ടർ അറ്റ് പെർമനന്റ് മെൽറ്റിംഗ് പോയിന്റ് നമുക്ക് ഈ ഇക്വേഷൻ കമ്പയർ ചെയ്യാം. ഇക്വേഷൻ നമ്പർ 3 കമ്പയർ ചെയ്താൽ ഗാമ ഡി ബൈ ഗാമ ഡബ്ല്യു അതുപോലെ ഗാമ ഡി ബൈ ഗാമ ഡബ്ല്യു. ഡെപ്ത് ഓഫ് റൂട്ട്സ് ഓഫ് സെയിം എന്താണ്? ഇത് ഫീൽഡ് കപ്പാസിറ്റിയുള്ള വാല്യൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ പെർമനന്റ് മെൽറ്റിംഗ് പോയിന്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? WC. ഞാൻ പറഞ്ഞു WC എന്ന് പറയുന്നതാണ് നമ്മുടെ പെർമനന്റ് മെൽറ്റിംഗ് പോയിന്റ്. അപ്പോ ഇക്വേഷൻ നമ്പർ 3 ആയിട്ട് കമ്പയർ ചെയ്താൽ ഇത് ഡെപ്ത് ഓഫ് വാട്ടർ അറ്റ് ഫീൽഡ് കപ്പാസിറ്റി, ഡെപ്ത് ഓഫ് വാട്ടർ അറ്റ് പെർമനന്റ് മെൽറ്റിംഗ് പോയിന്റ്. ആകെ വരുന്ന ചേഞ്ച് എന്താണ്? ഇവിടുത്തെ ഫീൽഡ് കപ്പാസിറ്റിയുടെ വാല്യൂവിന് പകരം ഇവിടെ നമ്മൾ പെർമനന്റ് മെൽറ്റിംഗ് പോയിന്റ് കൊടുക്കും. പെർമനന്റ് മെൽറ്റിംഗ് പോയിന്റിനെ നമ്മൾ നൊട്ടേറ്റ് ചെയ്യുന്നത് WC വെച്ചിട്ടാണ്. അത് ഇക്വേഷൻ നമ്പർ 5. ഇത് തന്നെ നമുക്ക് എന്ത് എഴുതാം? അപ്പാരന്റ് സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ ടേംസിൽ എന്താണ്? ഗാമ ഡി ബൈ ഗാമ ഡബ്ല്യു ഇൻറ്റു എസ് ഇൻറ്റു ഡി ഇൻറ്റു ഡബ്ല്യു. അപ്പോ ഡെപ്ത് ഓഫ് വാട്ടർ അറ്റ് പെർമനന്റ് മെൽറ്റിംഗ് പോയിന്റ്. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ട് റിലേഷൻ കിട്ടി. ഇനി അടുത്തത് നമ്മൾ നേരത്തെ ഒരു വാട്ടർ ക്ലാസിഫിക്കേഷൻ പഠിച്ചാൽ അല്ലെ? വാട്ടർ ക്ലാസിഫിക്കേഷൻ നമുക്ക് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പഠിച്ചു. ഇതിന്റെ അത് ഇതിന്റെ ഇടയിൽ പെർമനന്റ് മെൽറ്റിംഗ് പോയിന്റ് നമ്മൾ ഇവിടെ പഠിച്ചത് അല്ലെ? ഇതെന്തായിരുന്നു? ഇത് ഫീൽഡ് കപ്പാസിറ്റി. ഇനി ഈ നടുക്ക് വരുന്ന പോർഷനാണ് എന്ത്? അവൈലബിൾ വാട്ടർ. തൊട്ട് മുമ്പത്തെ ലെക്ചറിൽ ഞാൻ ഈ ഫിഗർ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇതിനകത്ത് ആവശ്യമില്ലാത്തതൊന്നും ഞാൻ പറയുന്നില്ല. ഇത് മാത്രം ശ്രദ്ധിക്കുക. ഇതിന്റെ ഇപ്പുറത്തെ സൈഡിൽ ഇവിടെ അവൈലബിൾ വാട്ടർ ഉണ്ട് അല്ലെ? അവൈലബിൾ വാട്ടർ ഇവിടെ പെർമനന്റ് മെൽറ്റിംഗ് പോയിന്റ് മുതൽ ഫീൽഡ് കപ്പാസിറ്റി വരെയുള്ള ഇത്രയും വാട്ടറിനാണ് നമ്മൾ അവൈലബിൾ വാട്ടർ എന്ന് പറയുന്നത്. ഇവിടെ എന്തായിരുന്നു? ഇത് ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ ആണ്. ഇത്
ഗ്രാവിറ്റി വാട്ടറാണ്. ഇതെന്തായിരുന്നു? ഹൈഗ്രോസ്കോപ്പിക് വാട്ടറും ക്യാപിലറി വാട്ടർ. ഇത് ഇത്രയും ക്യാപിലറി വാട്ടർ, ക്യാപിലറി വാട്ടർ തൊട്ട് മുകളിലായിട്ട് നമുക്കൊരു ബിൽഡിംഗ് കോഎഫിഷ്യന്റ് ഉണ്ട്. അത് തന്നെയാണ് പെർമനന്റ് ബിൽഡിംഗ് പോയിന്റ്. ഈ പെർമനന്റ് ബിൽഡിംഗ് പോയിന്റ് ഫീൽഡ് കപ്പാസിറ്റിക്കും ഇടക്കുള്ള വാട്ടറാണ് നമ്മൾ അവൈലബിൾ വാട്ടർ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. എന്നിട്ട് നമുക്ക് അടുത്തതിലേക്ക് പഠിക്കും. അപ്പൊ ഇവിടെ നമ്മൾ ഡെപ്ത് ഓഫ് വാട്ടറിന്റെ ഫീൽഡ് കപ്പാസിറ്റി എഴുതി, ഡെപ്ത് ഓഫ് വാട്ടറിന്റെ പെർമനന്റ് ബിൽഡിംഗ് പോയിന്റ് എഴുതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? ഡെപ്ത് ഓഫ് അവൈലബിൾ വാട്ടർ, is equal to ഇതിന് വരും ഫീൽഡ് കപ്പാസിറ്റിയിലുള്ള വെള്ളത്തിൽ നിന്ന് പെർമനന്റ് ബിൽഡിംഗ് പോയിന്റിലോട്ടുള്ള വെള്ളം മൈനസ് ചെയ്താണ് അവൈലബിൾ വാട്ടർ കിട്ടും. ശരിയല്ലേ? അപ്പൊ എന്ത് ചെയ്യണം? ഡെപ്ത് ഓഫ് വാട്ടർ അറ്റ് ഫീൽഡ് കപ്പാസിറ്റി മൈനസ് ഡെപ്ത് ഓഫ് വാട്ടർ അറ്റ് പെർമനന്റ് ബിൽഡിംഗ് പോയിന്റ്. ഓക്കെ. അപ്പോ അവൈലബിൾ വാട്ടർ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഫീൽഡ് കപ്പാസിറ്റിയിൽ പെർമനന്റ് ബിൽഡിംഗ് പോയിന്റ് വരെയുള്ള വെള്ളം മൈനസ് ചെയ്താൽ മതി. അതിന്റെ ഇടയിലുള്ളതാണ് അവൈലബിൾ വാട്ടർ. Therefore, depth of available water is equal to depth of water at field capacity minus depth of water at permanent building point. Substitute ചെയ്യാലോ. gamma d by gamma w into d into fc. ഇതാണ് ഫീൽഡ് കപ്പാസിറ്റി മൈനസ് gamma tri into gamma w into d into wc പെർമനന്റ് ബിൽഡിംഗ്. ഇനി നോക്കിയേ, ഇതിനകത്ത് ഇത് ഇത്രയും ടേം കോമൺ ആണ് അല്ലെ? gamma d by gamma w into d. ഇത് ഇത്രയും കോമൺ ആണ്. ബാക്കി എന്ത് മാത്രം ബ്രാക്കറ്റ് ഇട്ടാൽ മതി? എഫ് സി മൈനസ് ഡബ്ല്യു സി. ഡെപ്ത് ഓഫ് അവൈലബിൾ വാട്ടർ ഇസ് ഈക്വൽ ടു ഗാമ ഡി ബൈ ഗാമ ഡബ്ല്യു ഇൻറ്റു ഡി ബ്രാക്കറ്റില് ഫീൽഡ് കപ്പാസിറ്റി മൈനസ് ബിൽഡിംഗ് കോഎഫിഷ്യന്റ് അല്ലെങ്കിൽ പെർമനന്റ് ബിൽഡിംഗ് പോയിന്റ് ഏത് വന്നിട്ടുള്ളൂ. ഇത് നമുക്ക് ഇക്വേഷൻ നമ്പർ 6 ആയിട്ട് എഴുതാം. ഓക്കെ. ഇത്രയാണ് നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ നമുക്ക് 3 വാല്യൂസ് ആയിരിക്കും യൂഷ്വലി ചോദിക്കുന്നത്. എന്ന് വെച്ചാൽ ഡെപ്ത് ഓഫ് വാട്ടർ ഫീൽഡ് കപ്പാസിറ്റി കണ്ടുപിടിക്കാൻ ചോദിക്കും, ഡെപ്ത് ഓഫ് വാട്ടർ അറ്റ് പെർമനന്റ് ബിൽഡിംഗ് പോയിന്റ് ചോദിക്കും, ഡെപ്ത് ഓഫ് വാട്ടർ അറ്റ് ഡെപ്ത് ഓഫ് അവൈലബിൾ വാട്ടർ എന്ന് ചോദിക്കും. ഓക്കെ. അപ്പോ ഞാൻ അതൊന്നും കൂടി എഴുതാം. ഡെപ്ത് ഓഫ് വാട്ടർ അറ്റ് ഫീൽഡ് കപ്പാസിറ്റി എത്രയായിരുന്നു? ഗാമ ഡബ്ല്യു ബൈ ഗാമ ഡി ബൈ ഗാമ ഡബ്ല്യു ഇൻറ്റു ഡി ഇൻറ്റു എഫ് സി. ഇത് ഡെപ്ത് ഓഫ് വാട്ടർ അറ്റ് പെർമനന്റ് ബിൽഡിംഗ് പോയിന്റ് ഗാമ ഡി ബൈ ഗാമ ഡബ്ല്യു ഇൻറ്റു ഡി ഇൻറ്റു ഡബ്ല്യു സി. ഇത് നമ്മുടെ ഇക്വേഷൻ നമ്പർ 4 ആയിരുന്നു. ഇത് ഇക്വേഷൻ നമ്പർ 7 ആയിട്ട് എഴുതാം. ഇത് നമ്മുടെ ഇക്വേഷൻ നമ്പർ 3 ആയിരുന്നു. ഇക്വേഷൻ നമ്പർ 5 തൊട്ട് മുമ്പ് എഴുതി. ഓക്കെ. ഇതാണ് യൂഷ്വലി നമ്മൾ ചോദിക്കുന്നത്. ഇനി ചില കേസിൽ നമ്മളോട് ഡെപ്ത് ഓഫ് അവൈലബിൾ വാട്ടർ പെർ മീറ്റർ ഡെപ്ത് ഓഫ് സോയിൽ എന്ന് വരും. അതായത് ഈ 3 ക്വാണ്ടിറ്റി പെർ മീറ്റർ ഡെപ്തിൽ കാണുന്നത് ചില ക്വസ്റ്റ്യൻ അങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? ഇപ്പോ നമുക്ക് ഈ ഒരു കേസ് എടുക്കും. ഡെപ്ത് ഓഫ് വാട്ടർ അറ്റ് ഫീൽഡ് കപ്പാസിറ്റി എന്ന് ചോദിച്ചാൽ ഇതാണ് ഇക്വേഷൻ. അറ്റ് ഫീൽഡ് കപ്പാസിറ്റി പെർ മീറ്റർ ഡെപ്ത് ഓഫ് സോയിൽ. അതായത് ഇവിടെ നമ്മൾ ഏത് ഡെപ്തിലാണ് കണ്ടുപിടിക്കുന്നത്? റൂട്ട്സ് ഓൺ ഡെപ്തിലാണ് ഇതെല്ലാം നമ്മൾ കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത് അല്ലെ? അതുകൊണ്ടാണ് ഇൻറ്റു ഡി വന്നത്. അപ്പൊ അഥവാ നമ്മൾ ചോദിക്കുകയാണ് ഡെപ്ത് ഓഫ് വാട്ടർ അറ്റ് ഫീൽഡ് കപ്പാസിറ്റി പെർ മീറ്റർ ഡെപ്ത് ഓഫ് സോയിൽ, അതായത് 1 മീറ്റർ ഡെപ്തിലാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ ശരിക്കും വരുന്നത് അല്ലെ? ഗാമ ഡി ബൈ ഗാമ ഡബ്ല്യു ഇൻറ്റു ഡി ബൈ എഫ് സി ഡിവൈഡ് ബൈ ഡി ജെ. ഇതൊന്നും ക്യാൻസൽ ചെയ്തു എന്ന് വെച്ചാൽ എന്ത് ചെയ്താൽ മതി? ഡി ഇല്ലാത്ത ഈ ഒരു ഇക്വേഷൻ എഴുതിയാൽ മതി. ഡെപ്ത് ഓഫ് വാട്ടർ അറ്റ് ഫീൽഡ് കപ്പാസിറ്റി പെർ മീറ്റർ ഡെപ്തിലാണ് എഴുതുന്നതെങ്കിൽ ഗാമ ഡി ബൈ ഗാമ ഡബ്ല്യു ഇൻറ്റു എഫ് സി എന്ന് എഴുതിയാൽ മതി. സിമിലർലി അറ്റ് പെർമനന്റ് ബിൽഡിംഗ് പോയിന്റ് പെർ മീറ്റർ ഡെപ്ത് ഓഫ് സോയിൽ ആണ് ചെയ്യുന്നത്. എഴുതാം ഗാമ ഡി ബൈ ഗാമ ഡബ്ല്യു ഇൻറ്റു ഡബ്ല്യു സി. അവിടെ എല്ലാത്തിനും ഈ ഇക്വേഷനിൽ നിന്ന് എല്ലാം ഡി എലിമിനേറ്റ് ചെയ്താൽ മതി. ഈ തന്നേക്കുന്ന ഇക്വേഷൻസിൽ നിന്ന്
ടി എലിമിനേറ്റ് ചെയ്താണ്. അപ്പോ ഡെപ്ത് ഓഫ് അവൈലബിൾ വാട്ടർ എന്ന് ചോദിച്ചെങ്കിൽ ഗാമ ഡി ബൈ ഗാമ ഡബ്ല്യു ഇൻറ്റു ഡി ബ്രാക്കറ്റിൽ ഫീൽഡ് കപ്പാസിറ്റി മൈനസ് പെർമിയബിലിറ്റി. ഇനി ചോദിച്ചേക്കുന്നത് ഡെപ്ത് ഓഫ് അവൈലബിൾ വാട്ടർ പെർ മീറ്റർ ഡെപ്ത് ഓഫ് സോയിൽ എന്നാണ് ചോദിച്ചത്. പെർ മീറ്റർ ഡെപ്ത് ഓഫ് സോയിൽ ആണ് ചോദിച്ചെങ്കിൽ ഇത്ര എഴുതിയാണ് ഗാമ ഡി ബൈ ഗാമ ഡബ്ല്യു ഇൻറ്റു ബ്രാക്കറ്റിൽ എഫ് സി മൈനസ് ഡബ്ല്യു സി. അതേപോലെ ഇവിടെ ഡെപ്ത് ഓഫ് വാട്ടർ ആയിട്ട് ഫീൽഡ് കപ്പാസിറ്റി എന്ന് ചോദിച്ചാൽ ഇതാണ് ഇക്വേഷൻ. ഡെപ്ത് ഓഫ് വാട്ടർ ആയിട്ട് പെർമിയബിലിറ്റി പോയി എന്ന് ചോദിച്ചാൽ ഇതാണ് ഇക്വേഷൻ. ഇതെല്ലാം പെർ ഡെപ്തിലാണ് എഴുതുന്നതെങ്കിൽ ഈ ഡി എഴുതാതെ ബാക്കിയുള്ള ഇക്വേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ നമ്മൾ ഈ ഒരു ചെറിയ ഡെറിവേഷനിൽ പറഞ്ഞ ഇക്വേഷൻസും ടേംസും ഒക്കെ ഓർത്തിരിക്കുക. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമുക്ക് ഇനി ചെയ്യാൻ